ദക്ഷിണേന്ത്യയിലെ ആദ്യ ആർച്ച് പാലത്തിന് 90 വയസ്സ്. പെരിയാറിന് കുറുകെ ഇടുക്കിയെയും എറണാകുളത്തെയും ബന്ധിപ്പിക്കുന്ന നേര്യമംഗലം പാലമാണ് ചരിത്രയേടുകളിൽ തലയുയർത്തി നിൽക്കുന്നത്. 9 പതിറ്റാണ്ടായി ഹൈറേഞ്ചുകാർ നേര്യമംഗലം പാലം കടന്നാണ് എറണാകുളത്തേക്കുൾപ്പെടെ പോകുന്നത്. 1935 മാർച്ചിൽ അന്നത്തെ ഭരണാധികാരി രാമവർമ്മ ശ്രീ ചിത്തിരു തിരുനാളായിരുന്നു പാലം ഗതാഗതത്തിനായി തുറന്നു നൽകിയത്. ഇടുക്കിക്കാർക്ക് നേര്യമംഗലം പാലം യാത്രാവഴിയാണെങ്കിൽ മൂന്നാറിലേക്കുൾപ്പെടെ പോകുന്നവർക്ക് ഈ പാലം പെരിയാറിന് മുകളിൽ വനത്തോട് ചേർന്നുള്ള കൗതുക കാഴ്ച കൂടിയാണ്. ഏതു വേനലിലും നേര്യമംഗലം പാലം കടന്നാൽ നമ്മെ തഴുകുക ഇളം തണുപ്പാണ്. 1924 ആദ്യ പ്രളയത്തിൽ മാങ്കുളം വഴിയുള്ള ആലുവ മൂന്നാർ റോഡ് ഒലിച്ചുപോയിരുന്നു. പിൽക്കാലത്ത് കോതമംഗലത്തു നിന്നും നേര്യമംഗലം അടിമാലി വഴി മൂന്നാറിന് പുതിയ പാത തുറന്നു. ഇന്നത്തെ കൊച്ചി ധനുഷ്കോടി ദേശീയപാത. ആദ്യ പ്രളയം കഴിഞ്ഞ് 11 വർഷം പിന്നിട്ടപ്പോൾ നിർമ്മിച്ച നേര്യമംഗലം പാലം കേരളം നേരിട്ട രണ്ടാം പ്രളയത്തോടും അതിജീവിച്ച് തല ഉയർത്തി നിൽപ്പുണ്ട്. 214 മീറ്റർ നീളവും 4.90 മീറ്റർ വീതിയുമാണ് ഈ ആർച്ച് പാലത്തിനുള്ളത്. രാമവർമ്മ ശ്രീ ചിത്തിര തിരുനാൾ പാലം ഗതാഗതത്തിനായി തുറന്നു നൽകി 90 വർഷം പിന്നിടുമ്പോൾ പഴയ പാലത്തിന് സമാന്തരമായി തന്നെ പുതിയ പാലത്തിന്റെ നിർമ്മാണ ജോലികളും ആരംഭിച്ചു കഴിഞ്ഞു. നിലവിലെ പാലത്തിലുണ്ടാകുന്ന ഗതാഗത കുരുക്കാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഇന്നുയരുന്ന പ്രധാന പരാതി. പുതിയ പാലം ഉയരുന്നതോടെ പരാതികൾക്ക് പരിഹാരമാകും. നേര്യമംഗലം എന്ന ഇടുക്കിയുടെ ഹൈറേഞ്ച് മേഖലയുടെ ഒരു ദിക്കിലെ കവാടം പല ചലച്ചിത്ര അഭ്രപാളികളിലും മിന്നിമറിഞ്ഞ് അതിന്റെ തലയെടുപ്പും സൗന്ദര്യവും തെളിയിച്ചിട്ടുണ്ട്. തണുപ്പെത്തുമ്പോൾ ദൂരക്കാഴ്ചയിൽ നേര്യമംഗലം പാലം കോടപുതിച്ചു നിൽപ്പാണെങ്കിൽ വേനലിന് ചൂടേറ്റ് കരിഞ്ഞുണങ്ങിയ പശ്ചാത്തലമാണ് പാലത്തിന്റെ മാറ്റുകൂട്ടുക. ന്യൂസ് മലയാളം, ഇടുക്കി.